Hello, dear children. Welcome to Maths Magic. ഇന്ന് പഠിക്കാൻ പോകുന്നത് 9th ക്ലാസ്സിലെ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററാണ്. അതിലെ എക്സർസൈസ് 7.1 ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു, അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഞാൻ ഈ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എഴുതി പഠിക്കണം, അപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബി സി ഡി ഈസ് എ ക്വാഡ്രിലാറ്ററൽ ഇൻ വിച്ച് എ ഡി ഈക്വൽ ടു ബി സി ആൻഡ് ആംഗിൾ ഡി എ ബി ഈക്വൽ ടു ആംഗിൾ സി ബി എ. പ്രൂവ് ദാറ്റ് triangle ABD congruent triangle BAC, BD equal to AC, angle ABD equal to angle BAC. അപ്പോൾ നമ്മൾ ഈ കോൺഗ്രുവൻസ് ചെയ്യാനുള്ള, കോൺഗ്രുവൻസ് കണ്ടുപിടിക്കാനുള്ള ഏത് പ്രോബ്ലം ആയാലും നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക. അതുപോലെ തന്നെ ഫിഗറിലേക്ക് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്, സൈഡ്സ് ഏതൊക്കെയാണെന്ന് കറക്റ്റ് മനസ്സിലാക്കുക. അപ്പോഴാണ് നമുക്ക് ഈ കണക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് തന്നെ പറയുന്നത് എ ബി സി ഡി ഈസ് എ ക്വാഡ്രിലാറ്ററൽ. എ ബി സി ഡി ഈസ് എ ക്വാഡ്രിലാറ്ററൽ. എ ഡി ഈക്വൽ ടു ബി സി. അപ്പോൾ ഏതൊക്കെയാണ്? എ ഡി ഈക്വൽ ടു ബി സി. എ ഡി ബി സിയോട് ഈക്വൽ ആണ്. അതാണ് ഇവിടെ ഇങ്ങനെ ലൈൻ വരച്ചേക്കുന്നത്, കണ്ടില്ലേ? ആൻഡ് ആംഗിൾ ഡി എ ബി. ഡി എ ബി എന്ന് പറയുമ്പോൾ ഏതാ? ഡി എ ബി ഈക്വൽ ടു ആംഗിൾ സി ബി എ. സി ബി എ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഡി എ ബി എന്ന് പറയുന്ന ഈ ആംഗിളും സി ബി എ എന്ന് പറയുന്ന ഈ ആംഗിളും, അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ വരും, ഇവിടെയും ഈ ടോട്ടൽ ആംഗിൾ വരും. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ട്രയാങ്കിൾ എ ബി ഡി കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ ബി എ സി. ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രയാങ്കിളാണ് ട്രയാങ്കിൾ എ ബി ഡി. ഇതാണ് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാണ് എ ബി ഡി, ഏതാണ് ബി എ സി, അതിൻ്റെ ഏതൊക്കെ സൈഡ്സാണ് നമുക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ട്രയാങ്കിൾ എ ബി ഡി കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ ബി എ സി. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്ന ഈ ട്രയാങ്കിളും പിന്നെ ഇങ്ങനെ വരുന്ന ഈ ട്രയാങ്കിളുമാണ് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ പറഞ്ഞിരിക്കുന്നത് ബി ഡി ഈക്വൽ ടു എ സി എന്നൊക്കെയാണ്. അത് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് നമുക്ക് സി പി സി ടി വെച്ചിട്ട് എഴുതാൻ പറ്റും, അതായത് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ്. അത് വെച്ചിട്ട് ഇതും പ്രൂവ് ചെയ്യാം, അതുപോലെ ഇതും പ്രൂവ് ചെയ്യാം. ഇത് രണ്ടും അതിൽ നിന്ന് തന്നെ കിട്ടും. നമുക്ക് ശരിക്കും ഇത് ഒരെണ്ണം മാത്രമേ ചെയ്യാനുള്ളൂ, ബാക്കി രണ്ടും അതിൽ നിന്ന് നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ അതിങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഏതെങ്കിലും ക്രൈറ്റീരിയ യൂസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഈ കണക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എ ഡി ഈക്വൽ ടു ബി സി തന്നിട്ടുണ്ട്. അപ്പോൾ എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ എ ബി ഡിയുടെ ഒരു സൈഡാണ്, എ ബി ഡിയുടെ ഒരു സൈഡാണ്. അതുപോലെ തന്നെ ട്രയാങ്കിൾ ബി എ സിയുടെ കറസ്പോണ്ടിങ് സൈഡാണ് ബി സി, അല്ലേ? ഈ ക്വസ്റ്റ്യനിൽ തന്നെ നോക്കുക, എ ഡി ബി സി വേണ്ട, എ ഡിക്ക് കറസ്പോണ്ടിങ് ആണ് ബി സി. അപ്പോൾ എ ഡി ഈക്വൽ ടു ബി സി തന്നിട്ടുണ്ട്, അപ്പോൾ ഒരു സൈഡ് കിട്ടി. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ഡി എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളാണ് എ. അതുപോലെ ബി എ സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളാണ് ബി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ എയും ഇവിടെ ഫസ്റ്റ് ബിയും ആണ് കിടക്കുന്നത്. അപ്പോൾ ഇത് എക്ക് കറസ്പോണ്ടിങ് ആണ് ഇതിലെ ബി. മനസ്സിലായില്ലേ? അപ്പോൾ എ ഈക്വൽ ടു ബി ആണ് ആംഗിൾ. പിന്നെ നമുക്ക് അപ്പോൾ ഒരു ആംഗിൾ കിട്ടി, ഒരു സൈഡ് കിട്ടി. ഇനി ഏതാണ്? ഈ ഒരു സൈഡ് ഈ രണ്ട് ട്രയാങ്കിളിനുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ എ ബി ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ എടുത്താലും ബി എ സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ എടുത്താലും ഈ ഒരു സൈഡ് ഉണ്ട്, കോമൺ ആണ്. അപ്പോൾ ബി ഈക്വൽ ടു ബി എ കോമൺ. അപ്പോൾ നമുക്ക് ഈ സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി, പിന്നെ ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടി, ഈ സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി. ഏതിനോടാ? മറ്റേ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിനോടും ഈ ആംഗിളിനോടും ഈ സൈഡിനോടും ഈക്വൽ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് റൂളാണ് ഉപയോഗിക്കുന്നത്? എസ് എ എസ്, സൈഡ് ആംഗിൾ സൈഡ്, അല്ലേ? അപ്പോൾ നമുക്കറിയാം ട്രയാങ്കിൾ എ ബി ഡി കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ ബി എ സി. എൻ്റെ റീസണായിട്ട് എഴുതാം എസ് എ എസ് ക്രൈറ്റീരിയൻ, അത്ര എഴുതാം നമുക്ക്. In triangle ABD and triangle BAC, AD equal to
AD ഈക്വൽ ടു BC. ഇതിൻ്റെ റീസണാണ് ഗിവൺ. നെക്സ്റ്റ് ഏതാണ്? ആംഗിൾ DAB ഈക്വൽ ടു ആംഗിൾ CBA. അതിൻ്റെ റീസണും ഗിവൺ ആണ്. ഇവിടെ തന്നിട്ടുണ്ട് DAB CBA ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ അത് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? AB ഈക്വൽ ടു AB. ഇതിൻ്റെ റീസൺ എഴുതേണ്ടത് കോമൺ. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ കിട്ടി അല്ലേ? 3 കാര്യങ്ങൾ കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ട്രയാങ്കിൾ ABD കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ BAC. ഇതിൻ്റെ റീസണായിട്ട് SAS ക്രൈറ്റീരിയൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമ്മൾ ഈ പേര് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ABക്ക് കറസ്പോണ്ടിങ് ആയിരിക്കണം BA. അതുപോലെ തന്നെ BDക്ക് AB BA രണ്ടും സെയിം ആണ് അല്ലേ? പിന്നെ BDക്ക് കറസ്പോണ്ടിങ് AC. അതുപോലെ ADക്ക് കറസ്പോണ്ടിങ് ആയിട്ട് BC വരും. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ പേര് എഴുതേണ്ടത്. മനസ്സിലായി? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതായിരുന്നു. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ BD ഈക്വൽ ടു AC എന്നുള്ളതാണ്. BD ഈക്വൽ ടു AC. അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടിയപ്പോൾ പിന്നെ BDയും ACയും ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? CPCT, അതായത് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ്. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ മൂന്നാമത് ചോദിച്ചിരുന്നത് ആംഗിൾ ABD ഈക്വൽ ടു ആംഗിൾ BAC എന്നാണ് പ്രൂവ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതും ഈ രണ്ട് കോൺഗ്രുവൻ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ആണ് അല്ലേ? ഈ ABD എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഈ ഒരു ആംഗിളാണ് ABD. അതുപോലെ BAC എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഇതാണ് BAC. അപ്പോൾ ഇതിൻ്റെ റീസൺ നമുക്ക് CPCT എന്ന് എഴുതാം. CPCT. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളത്. വളരെ സിമ്പിളാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഏതൊക്കെ സൈഡ്സും ഏതൊക്കെ ആംഗിൾസാണ് ഈക്വലാണെന്ന് തന്നിരിക്കുന്നതെന്ന് നോക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് നമുക്ക് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് അതും കൂടി നോക്കുക. അപ്പോൾ ആ ട്രയാങ്കിളിലെ സൈഡ്സ് തന്നെയായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആംഗിൾസ് തന്നെയായിരിക്കും തന്നിരിക്കുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. AD and BC are equal perpendiculars to a line segment AB. Show that CD bisects AB. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് AD and BC are equal. അതാണ് ഇവിടെ ലൈൻ വരച്ചിരിക്കുന്നത്. പെർപെൻഡിക്കുലേഴ്സ് ടു എ ലൈൻ സെഗ്മെൻറ്റ് ABയിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ്. അതാണ് ഇവിടെ 90 ഡിഗ്രി വരച്ചിരിക്കുന്നത്. ഇതും 90 ഡിഗ്രിയാണ്. മനസ്സിലായില്ലേ? ഷോ ദാറ്റ് CD ബൈസെക്സ് AB. അതായത് ഈ CD എന്ന് പറയുന്ന ലൈൻ ഈ ABയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ABയെ ബൈസെക്റ്റ് ചെയ്യുന്നു, അതായത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് OA ഈക്വൽ ടു OB. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? OA ഈക്വൽ ടു OB. അപ്പോൾ ആദ്യം തന്നെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുക. ടു പ്രൂവ് OA ഈക്വൽ ടു OB. മനസ്സിലായില്ലേ? അതായത് CD ബൈസെക്സ് AB. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. CD എന്ന് പറയുന്ന ലൈൻ ABയെ ബൈസെക്റ്റ് ചെയ്യുന്നു. ബൈസെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഇവിടെ നിങ്ങോടും ഈക്വൽ ആണെന്നാണ് അർത്ഥം. അതായത് OA ഈക്വൽ ടു OB എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ OAയും OBയും ഏതെങ്കിലും രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡായിരിക്കണം. മനസ്സിലായില്ല? അപ്പോൾ എന്നിട്ട് ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം OA ഈക്വൽ ടു OB എന്ന് പറയാം. അപ്പോൾ ഇവിടെ OA എന്ന് പറയുന്ന സൈഡ് വരുന്നത് ഈ ട്രയാങ്കിളാണ്, OAD. ട്രയാങ്കിൾ OAD ആൻഡ് ഇത് OB വരുന്നത് ഏതിലാ? OBC ആൻഡ് ട്രയാങ്കിൾ OBC. അപ്പോൾ ഈ ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എഴുതാൻ പറ്റും OA ഈക്വൽ ടു OB എന്ന് എഴുതാം. കാരണം CPCT ആണ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്കിപ്പോൾ ഇവിടെ ഒരു സൈഡ് തന്നിട്ടുണ്ട്. BC ഈക്വൽ ടു DA തന്നിട്ടുണ്ട്. BC ഈക്വൽ ടു DA.
ഇതിൻ്റെ റീസൺ എഴുതുന്നത് ഗിവൺ. നെക്സ്റ്റ് ഈ ആംഗിൾ എയും ഈ ആംഗിൾ ബിയും ഈക്വൽ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒ ബി സി എന്ന് പറയാം. ആംഗിൾ ഒ ബി സി ഈക്വൽ ടു ആംഗിൾ ഒ എ ഡി, അതും ഗിവൺ ആണ്. അതായത് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്, രണ്ടും 90 ഡിഗ്രിയാണ്, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗിവൺ ആണ്. ഇനി നമുക്ക് ഇങ്ങനെ രണ്ട് ലൈൻസ് കട്ട് ചെയ്യുമ്പോൾ, ഇങ്ങനെയും രണ്ട് ലൈൻസ് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ? ഇതിനെ നമ്മൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ലൈൻസ് ആൻഡ് ആംഗിൾസിൽ പഠിച്ച കാര്യങ്ങൾ ഇവിടെ യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ഡി ഒ എ ഈക്വൽ ടു ആംഗിൾ ബി ഒ സി അല്ലേ? ഡി ഒ എ ഈക്വൽ ടു ബി ഒ സി. അതിൻ്റെ റീസൺ എന്താ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആംഗിള്, രണ്ടാമത്തെ ആംഗിള്, പിന്നെ ഒരു സൈഡ്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ ക്രൈറ്റീരിയ പഠിച്ചിട്ടുണ്ട്. AAS എന്ന് പറയുന്നിട്ട് ഒരു ക്രൈറ്റീരിയ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്രൈറ്റീരിയ വെച്ചിട്ട് എന്ത് പറയാം? ട്രയാങ്കിൾ, ഏതൊക്കെ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്ത്? OAD OBC. ട്രയാങ്കിൾ OAD കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ OBC. ഇതിൻ്റെ റീസൺ AAS ക്രൈറ്റീരിയ. എന്ന് വെച്ചിട്ട് നമുക്ക് പറയാം ട്രയാങ്കിൾ OAD കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ OBC. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കറസ്പോണ്ടിങ് പാർട്സ് ആയിരിക്കണം. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഏതൊക്കെയാണ്? DOA ഈക്വൽ ടു BOC ആണ്. അപ്പോൾ രണ്ടിലും O ആണ് കണ്ടത്. ഇവിടെയും ഫസ്റ്റ് O, ഇവിടെയും ഫസ്റ്റ് O ഒന്ന്. അല്ല BC ഈക്വൽ ടു DA എന്ന് പറയുമ്പോൾ BC DA അല്ലെങ്കിൽ AD. അത് ഒരു കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഴുതണം. ഇവിടെ BC രണ്ടാമത്തെ ലാസ്റ്റ് സൈഡാണ് BC. അതുപോലെ ഇവിടത്തെയും ലാസ്റ്റ് സൈഡ് AD. അങ്ങനെ ഒരുപോലെ എഴുതണം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് OA ഈക്വൽ ടു OB എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് നോക്കി. OA ഈക്വൽ ടു OB കണ്ടോ? ദെർഫോർ OA ഈക്വൽ ടു OB. ഇതിൻ്റെ റീസണായിട്ട് നമുക്ക് CPCT എന്ന് എഴുതാം. അതായത് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ്. ഇത്രേ ഉള്ളൂ പ്രൂവ് ചെയ്യാനായിട്ട്. നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതൊരു ട്രയാങ്കിളിൽ വരുന്ന രീതിയിൽ, ഏത് ട്രയാങ്കിളിലാണോ ആ സൈഡ് വരുന്നത്, അല്ലെങ്കിൽ ആംഗിളാണ് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ ആംഗിൾ ഒക്കെ ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണോ വരുന്നതെന്ന് നോക്കുക. എന്നിട്ട് ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക. പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കപ്പോൾ അത് CPCT ആയിട്ട് മറ്റേത് ബാക്കിയുള്ളത് എഴുതാൻ പറ്റും. സൈഡാണെങ്കിൽ സൈഡ് ഈക്വലിന് എഴുതാം, ആംഗിളാണെങ്കിൽ ആംഗിൾ ഈക്വലിന് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കണക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് കണക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ വരച്ചിരിക്കുന്നത് എക്സർസൈസ് 7.1-ലെ 4th ക്വസ്റ്റ്യൻ്റെ ഫിഗർ മാത്രമേ വരച്ചിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ ഇതാണ്: L and M are two parallel lines intersected by another pair of parallel lines P and Q. അപ്പോൾ Lഉം Mഉം രണ്ട് പാരലൽ ലൈൻസ് ആണ്. അതിനെ വേറെ രണ്ട് പാരലൽ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ഷോ ദാറ്റ് ട്രയാങ്കിൾ ABC കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ CDA. അപ്പോൾ ഇത് എക്സർസൈസ് 7.1-ലെ 4th ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് ടെക്സ്റ്റ് എടുത്ത് നോക്കണം, എന്നിട്ട് വേണം ഈ കണക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യണതെന്നൊന്ന് വെറുതെ എക്സ്പ്ലെയിൻ ചെയ്യണുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എല്ലാം എഴുതാൻ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുരുക്കി പറയുന്നത്. അപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയുന്നത് ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ CDA, അതായത് ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഇത് രണ്ട് ഈക്വലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് ലൈൻസും പാരലൽ ആണെന്ന് വന്നിട്ടുണ്ട്. നമ്മൾ പാരലൽ ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ആംഗിൾസ് വരും. അതായത് ഇവിടെ ഒരു ആംഗിൾ വരും, ഇപ്പുറത്തും ആംഗിൾ വരും. ഇത് രണ്ടും എങ്ങനെയായിരിക്കും? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇത് ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. അതുപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട്.
അതും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് മാത്രമല്ല, ഈ പിയും ക്യൂവും പാരലലാണ്. അതുകൊണ്ട് നമുക്ക് ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയിട്ട് എടുക്കാം. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യും, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ആംഗിളും ഈ എ ബി സിയിലെ ആംഗിളാണിത്. അതുപോലെ തന്നെ എ സി ഡിയിലെ ആംഗിളാണിത്. അപ്പോൾ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ എ ബി സിയുടെ വേറൊരു ആംഗിളാണിത്, എ സി ഡിയുടെ ആംഗിളാണ് ഇത്. മനസ്സിലായില്ലേ. അപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആണ്, ഈ ആംഗിളും ഈക്വൽ ആണ്. പിന്നെ ഈ സൈഡ് കോമൺ ആണ്, എ സി ഈക്വൽ ടു എ സി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ സൈഡ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഏതാണ്? എ എസ് എ കോൺഗ്രുവൻ്റ് റൂൾ വെച്ചിട്ട് നമുക്ക് പറയാം ഇത് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യാനുള്ളൂ. വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് രണ്ട് പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടി. അത്രയാണ് ഇത് ചെയ്യാനുള്ളൂ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിലും രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്, കോമൺ ആയിട്ടുള്ള സൈഡ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ എന്ന് പറയാം, ബി പി ഈക്വൽ ടു ബി ക്യു എന്ന് പറയാം. അപ്പോൾ അത് സി പി സി ടി വെച്ചിട്ട് അത് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് 6ഉം 7ഉം 8ഉം കുറച്ചൊരു വ്യത്യാസമുണ്ട്. അത് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.